ഇവിടെ പാലക്കാട് പറഞ്ഞ് നിർത്തിയതുകൊണ്ട് ഞാൻ ആദ്യം പാലക്കാട്ടേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ BJP തന്നെ പറയുന്നത് പ്രചരണ രംഗത്തെ സരിൻ്റെ സാന്നിധ്യവും ഇടതുമുന്നണിയുടെ പ്രചാരണ രീതിയും ഒക്കെ കണ്ടിട്ടാണ് BJP പ്രതിനിധി ഇപ്പോൾ ശ്രീ ശിവൻകുട്ടി പറഞ്ഞത്. BJPയും കരുതിയത് കുറേ കൂടി മുന്നിലേക്ക് സരിൻ എന്ന സ്ഥാനാർത്ഥിയിലൂടെ ഇടതുമുന്നണി വരും എന്നാണ്. പക്ഷേ കാര്യമായ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടില്ല, രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രധാന കാരണം പാലക്കാടുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ വിജയസാധ്യത ഇല്ലാത്ത ഒരു മുന്നണിയായി പാലക്കാട്ട് ഇടതുമുന്നണി നിൽക്കുന്നു എന്നതൊരു പ്രതിബന്ധമാണോ LDFനെ സംബന്ധിച്ച്? കാരണം ഇപ്പോൾ BJPയിലെ അസംതൃപ്തരായിട്ടുള്ള വോട്ടുകൾ അത് പോകുന്നതും കോൺഗ്രസിലേക്ക് എന്നൊരവസ്ഥയുണ്ട്. കാരണം ഇപ്പോൾ സന്ദീപ് വാര്യരെ പോലെ ഒരാൾ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയ ശേഷവും നഗരത്തിനകത്തെ BJPയുടെ വോട്ടിൽ വന്നിട്ടുള്ള കുറവ് നമ്മൾക്കറിയാം. ആ കുറവ് തന്നെ അപ്പുറത്ത് കോൺഗ്രസ്സിന് നേട്ടവുമായിട്ടുണ്ട്. എന്നാൽ താരതമ്യേന അതിനനുസരിച്ചുള്ളൊരു വിഹിതം അല്ലെങ്കിൽ ആ മാറ്റത്തിനനുസരിച്ച് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം വോട്ട് കൊടുത്താലും വിജയിക്കില്ല എന്നൊരു ബോധം ഇടതുമുന്നണിയെ സംബന്ധിച്ച് പാലക്കാട്ടുള്ളതാണോ മുന്നണിയുടെ ഇപ്പോഴത്തെ ഒരു തടസ്സം? പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ പോലെ BJP വരുന്നതെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് SDP മുതൽ UDFിലെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് SDP വോട്ട് വേണ്ട എന്ന് പറയാൻ തൻ്റെ ഇടയില്ലെന്ന് മാത്രമല്ല, ഞാനിപ്പോൾ ശരത്തിന് ഇട്ട് തന്നിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്, അത് നോക്കിയാൽ അറിയാം. SDP പ്രചരണ സ്ക്വാഡിൻ്റെ കൂടെ UDF സ്ഥാനാർത്ഥി നിൽക്കുന്നു. അപ്പോൾ SDP നോട്ടീസ് അദ്ദേഹത്തിൻ്റെ മേലെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ SDP വിജയത്തിൻ്റെ അവകാശം പങ്കെടുത്തിരിക്കുകയാണ്, അവകാശം പങ്കിട്ടെടുക്കുകയാണ്. SDP പിന്തുണച്ചൊരു സ്ഥാനാർത്ഥി ജയിച്ചിട്ട് BJP തോറ്റുകൊണ്ട് എന്താ കാര്യം? ഒരുവൻ സർവ്വലോകവും നേടി ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ഒരു കടുത്ത വർഗീയതയെ പിന്തുണച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ജയിച്ചു എന്നിട്ട് എന്താ കാര്യം? ഒരു കാരണവശാലും BJPക്ക് പാലക്കാട് ജയിക്കാനാവില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിത്തറ. എന്താ കാര്യം? നഗരസഭയിലെ BJPയുടെ പരിമിതമായ സ്വാധീനം കൊണ്ട് മാത്രം അത് ഒന്നാം സ്ഥാനത്താണെങ്കിലും BJPക്ക് ജയിക്കാനാവില്ല. തൊട്ടടുത്ത പഞ്ചായത്തുകളൊന്നും BJP നിലനിർത്തുന്നില്ല. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട 2 പഞ്ചായത്തുകളിൽ LDFന് നല്ല മേൽക്കൈയുണ്ട്. അത് ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഈ സാഹചര്യം വരുമ്പോൾ പൂർണ്ണമായും പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നത് സ്വാഭാവികം തന്നെയാണ്. അതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങൾ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ വോട്ടിംഗ് പാറ്റേണാണ്. ഈ സീതനം വന്നപ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായതൊഴിച്ചാൽ ഒരേ വോട്ടിംഗ് പാറ്റേണാണ്. മുന്നണികളുടെ ബലാബലം ഏതാണ്ട് വ്യത്യാസമില്ലാതെ അവിടെ നിൽക്കുന്നു എന്ന് കാണാം. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇനി പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇതുപോലെ തന്നെ BJPയെ തോൽപ്പിക്കാനാകും. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ വോട്ടുകൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് തള്ളിയിടേണ്ട കാര്യമില്ല, കെട്ടിയിടേണ്ട കാര്യമില്ല. SDP-യും മറ്റു ചില ആളുകളും മകഞ്ഞു കൊണ്ടുപോകുന്ന പോലെ ഈ സമൂഹത്തിനകത്തെ മതനിരപേക്ഷ വോട്ടുകൾ ഒലിച്ചു പോകേണ്ടതില്ല എന്ന ബോധ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ഈ ചർച്ചയിൽ പറയാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, 8.25 കൊല്ലമായി ഭരിക്കുന്ന കേരളത്തിലെ LDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അഭിമാനകരമാണ്. എന്തുകൊണ്ട്? ഒന്ന്, വയനാടെന്ന് പറയുന്നത് ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ 6 മാസത്തിനിടയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നു. രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി വരികയാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടൽ, സ്വാഭാവികമായൊരു വിരസലുണ്ടാകും. ആ വിരസതയുടെ ഭാഗമായി ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതിന് കുറവുണ്ടാകും. പിന്നെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായ പ്രചരണ കോലാഹലങ്ങൾ, മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള അമിത പ്രചരണങ്ങൾ, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് അവിടെ ഒരു പ്രത്യേക ഫലം ഉണ്ടായി. അത് കേരളത്തിൻ്റെ പരിച്ഛേദമല്ല. 2, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയമല്ല. കാരണം 3 മണ്ഡലങ്ങളിൽ മാത്രമേ BJP 2ാം സ്ഥാനത്തുള്ളൂ കേരളത്തിൽ. അത് മഞ്ചേശ്വരമാണ്, പിന്നെ നേമമായിരുന്നു, ഇപ്പോൾ പാലക്കാടുമാണ്. നേമത്ത് നമ്മൾ അക്കൗണ്ട് പൂട്ടിച്ചു, മഞ്ചേശ്വരവും പാലക്കാടും മാത്രമേ മിച്ചം കിടപ്പുള്ളൂ. ഇവിടെ നമുക്ക് പൂട്ടിക്കാനാകും അടുത്ത ഘട്ടത്തിലേക്ക്. എന്നാൽ ചേലക്കരയോ? KC വേണുഗോപാൽ പറഞ്ഞു, ചേലക്കര നോക്കൂ, ഭരണവിരുദ്ധ വികാരം. 2016 UR പ്രദീപ് മത്സരിച്ചപ്പോൾ അദ്ദേഹം നേടിയ വോട്ടിൻ്റെ ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ കിട്ടി. എന്താ ഇത് കാണിക്കുന്നത്? 2016 പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ LDFന് ഒന്നാമത് കിട്ടിയ ഭരണം പിണറായി സർക്കാർ വന്ന കാലത്തെ രാഷ്ട്രീയം നിലനിൽക്കുന്നു. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ രാഷ്ട്രീയ തരംഗത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ആ രാഷ്ട്രീയം നിലനിൽക്കുന്നു. ശരി, ലോകസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ബംഗാൾ കഴിഞ്ഞ് ത്രിപുര കഴിഞ്ഞ് ഇനി കേരളം കൂടി തകർക്കും.
എന്ന തരത്തിൽ ഇവിടുത്തെ BJPയും RSSും SDPയും അതോടൊപ്പം UDFും മാധ്യമങ്ങളും ഉണ്ടാക്കി വെച്ച കോലാഹലങ്ങളിൽ ഈ LDF എന്ന് പറയുന്ന തകരുന്ന മുന്നണിയല്ല, തിരിച്ചടിച്ച് ഈ കേരളത്തിനകത്ത് ഉയർന്നു നിൽക്കുന്ന മുന്നണിയാണ് എന്നും 8.25 കൊല്ലക്കാലം എല്ലാ തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളെയും മറികടന്ന് ഇത്തരമൊരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നും പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്ക് 2026 ഭദ്രമാണ്, 2021 പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഭദ്രമാണ്, മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജമാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, മാധ്യമങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഞങ്ങൾക്കെതിരായി വിദ്വേഷജനകമായ പ്രചരണങ്ങൾ നടത്തി കേരളത്തിൻ്റെ വികസനം തടഞ്ഞ മാധ്യമങ്ങൾ അടുത്ത 1 കൊല്ലക്കാലം കേരള സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. കേരളത്തിൻ്റെ വികസനം നിങ്ങൾ തടയരുത്. കേന്ദ്ര സർക്കാർ മാത്രമല്ല, മാധ്യമങ്ങളും കേരളത്തിൻ്റെ വികസനത്തിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. ദയവായി LDFനെ ദുർബലപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം. LDFന് അതിൻ്റെ മാൻഡേറ്റ് നടപ്പാക്കി അതിൻ്റെ പൂർണ്ണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ അവസരം തരണം. റൈറ്റ്.